മണ്ണിനോടും പ്രകൃതിയോടും ബന്ധമുള്ള പുതുപുത്തൻ അനുഭവങ്ങളാണ് ഹരിതഭാരതത്തിനും ഒരു യാത്ര പകർന്നു നൽകുന്നത്. തികച്ചും വ്യത്യസ്തമായ ഭൂമികകളിലൂടെയുള്ള യാത്ര അതുകൊണ്ട് തന്നെ സന്തോഷജനകമായ അനുഭവമായി മാറുന്നു. തമിഴ്നാടിൻ്റെ നാടൻ തുരുത്തുകൾ കടന്നാണ് ഹരിതഭാരതത്തിൻ്റെ ഇന്നത്തെ പ്രയാണം. ഈ യാത്ര താത്തൂരിലേക്കാണ്. പൊള്ളാച്ചിയിൽ നിന്നും 13 കിലോമീറ്റർ അകലെ ആനമല റോഡിലുള്ള ഗ്രാമീണ ദേശത്തേക്ക്. ഗ്രാമീണതയുടെ ഭംഗി അനുസ്മരിപ്പിക്കുന്ന നാടൻ വഴികൾ പലപ്പോഴും കേരളത്തെ അനുസ്മരിപ്പിക്കുന്നത് പോലെ. മണ്ണിട്ട പാതയ്ക്കിരുപുറവും ഹരിതഭംഗിയുടെ ലയവിന്യാസം. കാറ്റിലാടുന്ന വൃക്ഷലതാദികളും അധ്വാനിക്കുന്ന കർഷകനുമെല്ലാം പ്രകൃതിക്ക് തന്നെ സവിശേഷ ഭംഗി പകരുന്നുണ്ട്. മൺപാതകൾ കടന്ന് കേരള സമാനമായ തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര ചെന്നെത്തിയത് അഹമ്മദ് അഷ്വാഖിൻ്റെ വസതിയിലേക്ക്. വസതി എന്നതിനപ്പുറം അഹമ്മദിൻ്റെ ടർക്കി കോഴി ഫാമിലേക്ക് എന്ന് പറയണം. വളർത്തുപക്ഷികളുടെ ചിലമ്പലുകൾ കൊണ്ട് എങ്ങും ശബ്ദമുഖരിതമായ അന്തരീക്ഷം. നിരനിരയായി കാണുന്ന കൂടുകളിൽ ടർക്കി കോഴിയും ഗിനി കോഴിയും ഫാൻസി കോഴിയും വാത്തയുമെല്ലാം. എന്നാലാകട്ടെ കോഴി ഫാമിൻ്റെ മനമടുപ്പിക്കുന്ന ഗന്ധമൊന്നും ഇവിടെ അനുഭവപ്പെടുന്നുമില്ല. തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ പരിചരിക്കപ്പെടുന്ന ഈ ഫാമിൻ്റെ ഉടമയെ തേടി ഹരിതഭാരതം എത്തുമ്പോൾ പ്രതീക്ഷകൾക്കപ്പുറമുള്ള ഒരു മുഖമാണ് കാണാൻ കഴിഞ്ഞത്. ഇത് അഹമ്മദ് അഷ്വാഖ്. കണ്ടാൽ 13 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഒരു ഫാമിൻ്റെ ഉടമയാണെന്ന് പറയുകയേയില്ല. ജന്മിയുടെ ആഢ്യത്വമോ പണത്തിൻ്റെ പ്രൗഢിയോ വെളിവാക്കാൻ ആഗ്രഹിക്കാത്ത യുവാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിശയം തോന്നും. എന്നാൽ ഈ വ്യത്യസ്തതയുടെ ലാളിത്യമാണ് ഹരിതഭാരതത്തെ ആദ്യമേ ആകർഷിച്ചതെന്ന് പറയട്ടെ. കൗതുകകരമായ ഒരു വളർച്ചയുടെ ചരിത്രമായിരുന്നു ഞങ്ങൾ അഹമ്മദിൽ നിന്നും കേട്ടറിഞ്ഞത്. തൃശൂർ മണ്ണുത്തി ഫാമിൽ നിന്ന് ഗിനിക്കോഴിയെയും ടർക്കി കോഴിയെയും വാത്തിയെയുമൊക്കെ ഓരോ ജോഡി വാങ്ങി ഫാം ആരംഭിച്ച യുവാവിൻ്റെ വിജയകഥ കേൾക്കും മുമ്പ് അറിയുക, തമിഴ്നാട്ടിൽ ഏറെ ശ്രദ്ധേയമായ വളർത്തുപക്ഷി ഫാമാണ് അഹമ്മദിൻ്റേതെന്ന്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി ഒട്ടേറെ ആളുകളാണ് പ്രതിദിനം ഈ യുവാവിൻ്റെ ഫാം തേടിയെത്തുന്നത്. ഇവിടുത്തെ ടർക്കി കോഴികൾ മാത്രം 500 എണ്ണം വരും. ടർക്കി കോഴി കുഞ്ഞുങ്ങൾ 400 എണ്ണം. ഗിനിക്കോഴി തന്നെ 3 ഇനത്തിലായി 50 എണ്ണം ഈ ഫാമിലുണ്ട്. 25 ഗൂസ് വാത്തായും 50 മണി വാത്തായും ഫാമിന് ഏറെ സൗന്ദര്യം നൽകുമ്പോൾ അതിലുമുപരി ഐശ്വര്യവുമായി 5 ഇനം ഫാൻസി കോഴികളും ഇവിടെയുണ്ട്. പോരാ 3000-ഓളം കറിക്കോഴികളും. വാൻകോഴി എന്ന് തമിഴിൽ അറിയപ്പെടുന്ന ടർക്കി കോഴിയെ കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഫാം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അഹമ്മദിൻ്റെ അറിവ് അത്ഭുതപ്പെടുത്തുന്നത് തന്നെ. കോയമ്പത്തൂർ വെറ്റിനറി കോളേജിലും മദ്രാസ് യൂണിവേഴ്സിറ്റിയിലുമെല്ലാം കോഴി വളർത്തൽ സംബന്ധമായ പരിശീലനവും വിജ്ഞാനവും ലഭിക്കുമെന്ന് ഈ ചെറുപ്പക്കാരനറിയാം. എന്നാൽ ഇവിടെങ്ങും പോകാതെ സ്വന്തം അനുഭവം കൊണ്ട് പടുത്തുയർത്തിയതാണ് അഹമ്മദിൻ്റെ ഈ സാമ്രാജ്യം. അതുകൊണ്ട് തന്നെ മറ്റാരേക്കാളും ഭംഗിയായി ഇവയെ പരിചരിക്കുന്ന കാര്യത്തിലും അഹമ്മദ് നിഷ്ഠ വയ്ക്കുന്നു. കോഴിക്ക് തീറ്റയും വെള്ളവും കൊടുക്കുന്നത് മുതൽക്കുള്ള എല്ലാ കാര്യത്തിലും സജീവ ശ്രദ്ധ അഹമ്മദിനുണ്ട്. മാസാമാസങ്ങളിൽ കോഴിക്ക് വേണ്ട കുത്തിവയ്പ്പുകൾ നൽകുന്നതും അഹമ്മദ് തന്നെ. ടർക്കി കോഴിയെയും ഗിനിക്കോഴിയെയുമെല്ലാം കൂട്ടിൽ നിന്നിറക്കുന്നതിനും തിരികെ കയറ്റുന്നതിനുമെല്ലാം ഈ യുവാവിന് പ്രത്യേക താൽപ്പര്യം തന്നെയാണ്. പേരെടുത്തറിയുന്ന കുട്ടികളെന്ന വണ്ണം വളർത്തുപക്ഷികൾ അഹമ്മദിനെ അനുസരിക്കുന്ന കാഴ്ചയും ഒന്ന് കാണേണ്ടത് തന്നെ. 4 തരം ടർക്കി കോഴികളാണ് അഹമ്മദിൻ്റെ ഫാമിലുള്ളത്. വൈറ്റ് ഹോളണ്ട്, ബ്രോൺസ്, ബഡ് സ്വില്ലി, സ്ലീഡ് എന്നിങ്ങനെയുള്ള ഓരോ ഇനത്തിനും അതതിൻ്റെ പ്രത്യേകതകളുണ്ടെന്നും അഹമ്മദ് പറയും. ഇത് ബ്രോൺസ് എന്ന ഇനം ടർക്കി കോഴി. 1-ാം തരം ടർക്കി കോഴി എന്ന് അഹമ്മദ് പറയുന്ന ഈ ഇനത്തിന് സുന്ദരമായ നിറമാണ്.
15 കിലോ വരെ തൂക്കമെത്തും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വൈറ്റ് ഹോളണ്ട് ബ്രോൺസ് ഇനങ്ങൾ തൂക്കത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവയേക്കാൾ മുൻപന്തിയിലാണ്. ഇറച്ചിക്കായി വളർത്താറുള്ള ടർക്കി കോഴി ഇനങ്ങൾ അധികവും ഇവയാണ്. ബെഡ്സുല്ലിയും സ്ലീഡും തികച്ചും വ്യത്യസ്തമാണ്. തൂക്കം കുറവുള്ള ഈ ടർക്കി കോഴികളെ അഴകിനായാണ് വളർത്താറുള്ളതെന്ന് അഹമ്മദ്. ഏറെ മികച്ച ഇറച്ചി എന്നതാണ് ടർക്കി കോഴികളെ പലർക്കും പ്രിയങ്കരമാക്കുന്നത്. ജന്മം കൊണ്ട് വിദേശിയായ ടർക്കി കോഴിയുടെ പേരു തന്നെ വിദേശ ബന്ധം വെളിവാക്കുന്നുണ്ട്. അമേരിക്കൻ നാടുകളിൽ ഉത്സവ സമയങ്ങളിലുള്ള പ്രത്യേക വിഭവമാണ് ടർക്കി കോഴിയുടെ ഇറച്ചി. ക്രിസ്മസിനും ഈസ്റ്ററിനും ഉപയോഗിക്കുന്ന ഇറച്ചി ടർക്കി കോഴിയുടേതായിരിക്കണമെന്ന നിർബന്ധം തന്നെ പലപ്പോഴും വിദേശികൾക്കുണ്ട്. ഈ രീതി ഇവിടെയും വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന അഭിപ്രായക്കാരനാണ് അഹമ്മദ് അശ്വാഖ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ്, ദീപാവലി, റംസാൻ സമയങ്ങളിൽ ടർക്കി കോഴിക്ക് ആവശ്യക്കാർ ഏറെയാണെന്ന് അഹമ്മദ്. இந்த மாதிரி வருஷப்பிறப்பு, அந்த ரம்ஜான், அப்புறம் கிறிஸ்மஸ், தீபாவளி இந்த மாதிரி பண்டிகை சமயத்தில் மட்டும் கறி அதிகமாக விற்பனையாகுது. ബാക്കി സമയങ്ങളിൽ ഇറച്ചിക്കായി കോഴിയെ വാങ്ങുന്നവർ പലപ്പോഴും എത്തിച്ചേരുന്നത് ഈ സീസണിലാണ്. കൊളസ്ട്രോൾ കുറവുള്ള ഇറച്ചി എന്നതാണ് ഇതിനെ പ്രിയങ്കരമാക്കുന്നത്. ഏത് രോഗമുള്ളവർക്കും കഴിക്കാമെന്ന പ്രത്യേകതയും ഈ ഇറച്ചിക്കുണ്ട്. രുചി കൊണ്ട് മറ്റുള്ളവയെ വെല്ലുന്ന ഒന്നായതുകൊണ്ട് തന്നെ പ്രത്യേകതയുള്ള ഇറച്ചിയുടെ ഗണത്തിലാണ് ടർക്കി കോഴിയെ ഉൾപ്പെടുത്താറുള്ളത്. 5 സ്റ്റാർ ഹോട്ടലുകളിൽ ലഭിക്കുന്ന പ്രത്യേക വിഭവം തന്നെയാണ് ടർക്കി കോഴി ഇറച്ചി. 4 മാസം പ്രായമെത്തിയ ടർക്കി കോഴികളെയാണ് ഇറച്ചിക്കായി ഉപയോഗിക്കാറുള്ളത്. വളർച്ചയുടെ കാര്യത്തിൽ മുമ്പനായ ടർക്കി ഈ സമയം കൊണ്ട് തന്നെ 4 കിലോഗ്രാം തൂക്കമെത്തിക്കഴിയും. ഈ പ്രായത്തിലുള്ള കോഴിയുടെ ഇറച്ചിക്ക് മൃദുത്വം കൂടുമെന്ന് അഹമ്മദ് പറയുന്നു. താൽപ്പര്യമുള്ള ആർക്കും ഏറെ ആദായം കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നാണ് ടർക്കി കോഴി വളർത്തൽ എന്ന് അഹമ്മദിൻ്റെ അനുഭവ സാക്ഷ്യം. അതിന് തൻ്റേതായ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ഈ യുവ കർഷകൻ മടിക്കുന്നില്ല. ഇപ്പോൾ ഒരു യൂണിറ്റ് ആരംഭിക്കുന്ന மாதிரி இருந்தால் ஒரு 25 கோழி வச்சு ஆரம்பிக்கலாம். இப்போ 25 கோழிக்கு 4 ഫീമെയിലും ഒരു മെയിൽ. 25 കോഴികളുമായി ഒരു യൂണിറ്റ് ആരംഭിക്കാം. 4ന് 1 എന്ന അനുപാതത്തിലാവണം ആൺ ടർക്കി കോഴി ഉണ്ടാവേണ്ടത്. 20 പെടയ്ക്ക് 5 പൂവൻ വേണമെന്ന് അഹമ്മദ് പറയുന്നു. 1 മാസം പ്രായമെത്തിയ കുഞ്ഞുങ്ങളെ വാങ്ങുന്നതാണ് നല്ലത്. ആറാം മാസം ടർക്കി മുട്ടയിടാൻ തുടങ്ങും. മുട്ട അടവയ്ക്കാൻ നാട്ടുകോഴിയെ ഉപയോഗിച്ചാലും മതി. ഒരു തവണ 40 മുട്ട വരെ അടവയ്ക്കാം. ഇൻക്യുബേറ്റർ ഉപയോഗിച്ചും മുട്ട വിരിയിക്കാറുണ്ട് അഹമ്മദ് അശ്വാഖ്. മുട്ട വിരിഞ്ഞ് കുഞ്ഞായി കഴിഞ്ഞാൽ അവയുടെ മരുന്നും പരിചരണവുമൊക്കെ ഏറെ പ്രധാനപ്പെട്ടതാണ്. ആദ്യ ആഴ്ച തന്നെ കുത്തിവയ്പ് എടുക്കണം. അസോട്ട വാക്സിൻ എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ 6-ാം മാസത്തിലും 8-ാം മാസത്തിലും കുത്തിവയ്പ് എടുക്കണം. ആദ്യ മാസം കൊണ്ട് തന്നെ ടർക്കി കോഴിക്ക് 350-നും 450-നും ഇടയ്ക്ക് ഗ്രാം തൂക്കം വരും. മാസാമാസം കുറഞ്ഞത് 1/2 കിലോ എങ്കിലും വീതം ഇവയ്ക്ക് തൂക്കം കൂടാറുണ്ട്. ഒരു ടർക്കി കോഴിക്ക് 5 ചതുരശ്ര അടി സ്ഥലമാണ് വേണ്ടത്. 25 കോഴിക്ക് 125 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഷെഡ് വേണം. നേരിട്ട് വെയിലടിക്കാനോ മഴ കൊള്ളാനോ സാധ്യതയില്ലാത്ത രീതിയിലാവണം ഷെഡ് ക്രമീകരിക്കുവാൻ. അസുഖം വരാതിരിക്കാൻ ഇത് ആവശ്യമെന്ന് തൻ്റെ ഷെഡ് ചൂണ്ടിക്കാട്ടി അഹമ്മദ് പറയുന്നു. മുളക്കുറ്റിയും ഓലയും ഉപയോഗിച്ചാണ് അഹമ്മദ് ടർക്കി കോഴിക്കുള്ള ഷെഡ് ക്രമീകരിച്ചിരിക്കുന്നത്. തീറ്റയും വെള്ളവും ഷെഡിൽ തന്നെ കൊടുക്കുവാനുള്ള സൗകര്യവുമുണ്ട്. പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഈ ചുവന്ന പാത്രമാണ് തീറ്റയും വെള്ളവും കൊടുക്കുവാൻ ഉപയോഗിക്കുന്നത്. മക്കച്ചോളവും നെല്ലും ഗോതമ്പുമെല്ലാം കൂട്ടിക്കലർത്തിയുള്ള ഭക്ഷണമാണ് കോഴിക്ക് നൽകുന്നത്. അഹമ്മദിൻ്റെ ടർക്കി കോഴിക്കൂട്
രസകരമായ ഒരു കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത്. കോഴികളിലെ രാജകുമാരന്മാരും രാജകുമാരിമാരും തലയെടുപ്പോടെയും ജാളിതയോടെയും നിൽക്കുന്ന കാഴ്ച ആരും നോക്കി നിൽക്കുക തന്നെ ചെയ്യും. പീലി വിരിച്ചാടുന്ന മയിലിനെ പോലെയാണ് ടർക്കിയിലെ ആണ്. പെണ്ണാകട്ടെ തികഞ്ഞ ശാന്ത സ്വഭാവിയും. അഴകിൽ മുൻപൻ ഈ തലയെടുപ്പുള്ള പൂവനെന്ന് പറയാതെ വയ്യ. കുട്ടികൾ സദാ കലബല കൂട്ടുന്ന നഴ്സറി സ്കൂൾ പോലെ ടർക്കി കോഴികൾ ചിലച്ചുകൊണ്ടുള്ള അന്തരീക്ഷം അഹമ്മദിൻ്റെ വീടിന് പ്രത്യേകമായൊരു ജീവനാണ് പകർന്നു നൽകുന്നത്. എന്നാലാകട്ടെ ടർക്കി കോഴികളുടെ അവശിഷ്ടത്തിൻ്റെ ദുർഗന്ധമൊന്നും അവിടെ നിറയുന്നുമില്ല. ശാസ്ത്രീയമായും വൃത്തിയായും കോഴി വളർത്തൽ ചെയ്യേണ്ടതെങ്ങനെ എന്ന് അനുഭവസ്ഥനായ ഈ കർഷകനറിയാം. കുഞ്ഞുങ്ങൾക്കായുള്ള കൂടും പ്രത്യേകം ശ്രദ്ധേയമാണ്. ചകിരിച്ചോറ് തറയിൽ പാകിയ കൂട്ടിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ട പരിചരണമൊരുക്കുന്നതിൽ അഹമ്മദ് സദാ ശ്രദ്ധയുള്ളവനാണ്. ഓടുമേഞ്ഞ് വിശാലമായി കൂടിൻ്റെ വശത്തുള്ള വലയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. ഈച്ചയും കൊതുകുമൊന്നും കൂട്ടിൽ ഉണ്ടാകാതിരിക്കാൻ സമയാസമയങ്ങളിൽ മരുന്നടിക്കാൻ അഹമ്മദ് ശ്രദ്ധ വയ്ക്കുന്നു. കുഞ്ഞുങ്ങളുടെ കണ്ണിൽ മരുന്നൊഴിക്കുന്ന കാര്യവും ഒഴിവാക്കേണ്ട കാര്യമല്ലെന്ന് ടർക്കി കോഴികളെ സ്നേഹിക്കുന്ന ഈ കർഷകനറിയാം. ടർക്കി കുഞ്ഞുങ്ങൾക്ക് തീറ്റയ്ക്കുള്ള പാത്രം ക്രമീകരിച്ചിരിക്കുമ്പോൾ അവയ്ക്ക് ചൂട് കിട്ടാനുള്ള സാഹചര്യങ്ങളും ഈ യുവാവ് ഒരുക്കുന്നുണ്ട്. കൂട്ടിൽ അങ്ങിങ്ങായി ദ്വാരമിട്ട കുടത്തിനുള്ളിൽ തീക്കനലിട്ട് മൂടി വച്ചിരിക്കുന്നു. ഇതിൽ നിന്നുള്ള ചൂട് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഗ്യാസ് ഹീറ്ററും കൂട്ടിനുള്ളിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല 13 ഏക്കർ തെങ്ങിൻ തോപ്പിനുള്ളിലാണ് അഹമ്മദ് കൂടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. തീറ്റ മുഴുവൻ കൂട്ടിനുള്ളിൽ കൊടുക്കേണ്ട കാര്യമില്ല അഹമ്മദിന്. ഇടസമയങ്ങളിൽ ടർക്കി കോഴിയെ കൂട്ടിൽ നിന്നും അഴിച്ചുവിടും. നിരനിരയായി മാർച്ച് ചെയ്യുന്ന പട്ടാളക്കാരെ പോലെ ടർക്കി കോഴികൾ കൂട്ടിൽ നിന്നിറങ്ങിപ്പോകുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെ. തിരികെ വരുമ്പോഴും സ്വന്തം വീടറിയുന്ന വളർത്തു കോഴികൾ തന്നെയാണ് ഇവ. അഹമ്മദ് അഷ്വാഖിൻ്റെ ഫാമിലെത്തിയ ഹരിതഭാരതം ടീമിന് ഏറെ കൗതുകം പകർന്നത് അവിടുത്തെ മയിലിൻ്റെ സാന്നിധ്യമാണ്. സദാ ഫാമിലെ സന്ദർശകനും കാവൽക്കാരനും വഴികാട്ടിയുമൊക്കെയായി നിലകൊള്ളുന്ന പൂവൻ മയിൽ കൗതുകം പകരാതിരിക്കുന്നതെങ്ങനെ? ടർക്കി കോഴികളുടെ കൂടിൻ്റെ മുകളിലാണ് പലപ്പോഴും മയിലിൻ്റെ വാസം. ശരിയായ വീട്ടുകാവൽക്കാരനെ പോലെ സസൂക്ഷ്മം ചുറ്റുപാടുകൾ നിരീക്ഷിച്ചുകൊണ്ടാണ് മയിലിൻ്റെ ഇരിപ്പ്. ടർക്കി കോഴികളെ കൂട് തുറന്ന് വിട്ടാലാവട്ടെ മയിലിനും ഉത്സവം ആരംഭിക്കുകയായി. കോഴികളുടെ ചുറ്റും നടക്കുകയാണ് അതിൻ്റെ കൗതുകം. കൂട്ടത്തിൽ ഒന്ന് കൂട്ടം തെറ്റിപ്പോയാൽ അതിനെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരാനും ഈ മയിലിന് കഴിയുന്നു. പാമ്പും പൂച്ചയും ഒക്കെ ശല്യമായി വരുമ്പോൾ അവയെ ആക്രമിച്ച് അകറ്റുവാനും മയിൽ ഏറെ വിദഗ്ധൻ. അനുഗ്രഹം പോലെ വന്നു ചേർന്നതാണ് ഈ മയിലെന്ന് അഹമ്മദ് പറയുന്നു. இப்போ பகலில் வான்கோழி மேய்ச்சல் கூடும்போது கூடவே இந்த மயில் சேர்ந்து மேய்ஞ்சிட்டு இருக்கும். நைட்டு வான்கோழி அடுத்தாச்சுன்னா திரும்ப மரத்தில் ஏறிக்கும். இதே போல் இருந்து இப்போ ரொம்ப பழக்கமாயிருச்சு. அதனால 3 മാസമായി മയിൽ കോഴി ഫാമിൽ ചേക്കേറി തുടങ്ങിയിട്ട്. കാട്ടിൽ നിന്നും വന്ന മയിലിന് ടർക്കി കോഴികളോട് പെരുത്ത സ്നേഹം. എപ്പോഴും കൂട്ടുള്ള വഴികാട്ടിയെപ്പോലെ. പകൽ കോഴികൾക്കൊപ്പമുള്ള മയിൽ രാത്രിയിൽ മാത്രമാണ് തിരിച്ചു പോകാറുള്ളത്. മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഈ സൗഹൃദവും അഹമ്മദിൻ്റെ ഫാമിനെ വ്യത്യസ്തമാക്കുന്ന അനുഭവമായാണ് ഹരിതഭാരതം ടീമിന് തോന്നിയത്. ടർക്കി കോഴികളുടേതുപോലെ ഗിനിക്കോഴികളുടെ വലിയൊരു ശേഖരവും അഹമ്മദിൻ്റെ ഫാമിലുണ്ട്. கினிக்கோழி ஒரே வெரைட்டி தான். கலர் டிஃப்ரெண்ட். 2 கலர் 3 கலர் இருக்குது. இது ஒயிட் இருக்குது, ഗ്രേ இருக்குது, இந்த புள்ளி இருக்குது. വൈറ്റ്, ഗ്രേ, പുള്ളി നിറമുള്ളത് എന്നിങ്ങനെ 3 ഇനങ്ങളിൽ സാധാരണ കാണുന്നത് പുള്ളി നിറമുള്ള ഗിനിക്കോഴികളെന്ന് അഹമ്മദ് പറയുന്നു. വൈറ്റ്, ഗ്രേ ഇനങ്ങൾ കാഴ്ചയ്ക്കായാണ് പലരും വളർത്താറുള്ളത്. കൂട്ടത്തിൽ നാണം കുണുങ്ങികളാണ് ഗിനിക്കോഴികൾ. കൂട്ടമായി ഒതുങ്ങിക്കൂടുന്ന ഗിനിക്കോഴികൾ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. വലിയ കോഴിക്ക് 1.5 കിലോഗ്രാം വരെ തൂക്കമെത്താറുണ്ട്. കൂനിക്കൂടിയുള്ള നടപ്പാണെങ്കിലും പണം സമ്പാദിച്ചു തരുന്ന കാര്യത്തിൽ ഗിനിക്കോഴികളും ഏറെ മുന്നിൽ തന്നെ.
ഹരിതഭാരതത്തെ ഏറെ ആകർഷിച്ച രണ്ടിനം വളർത്തുപക്ഷികൾ ഗൂസ് വാത്തും മണിവാത്തയുമായിരുന്നു. മറ്റുള്ളവയെ അപേക്ഷിച്ച് എണ്ണത്തിൽ കുറവെങ്കിലും ഈ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ വില വളരെ വലുതെന്ന് പറയാതിരിക്കാൻ ഒക്കുമോ? അഴകിൽ രാജകുമാരിമാരാണ് ഗൂസ് വാത്തയും മണിവാത്തയും. പാശ്ചാത്യ കാർട്ടൂൺ കഥകളിൽ കാണുന്ന താറാവിൻ്റെ രൂപഭാവമുള്ള ഗൂസ് വാത്തും മണിവാത്തും ആരെയാണ് ആകർഷിക്കാത്തത്? കിന്നരി തലപ്പാവ് പോലുള്ള തൊപ്പിയുള്ള പൂവൻ മണിവാത്ത് ഏറെ രാജകീയമായ പ്രൗഢിയാണ് വെളിവാക്കി തരുന്നത്. കഴുത്തിന് നീളമുള്ള താറാവിനമാണ് ഗൂസ് വാത്ത. അരയന്നമെന്ന് കഥകളിൽ കേട്ടിരിക്കുന്ന അതേ ഭംഗിയുള്ള പക്ഷി. വെളുവെളുത്ത തൂവലുകളുള്ള ഗൂസ് വാത്തിൻ്റെ ചലനങ്ങൾ ഏറെ ആഠ്യത്വമുണർത്തുന്നത് തന്നെ. പറക്കാൻ കഴിയാത്ത ഇവ വളരെ വേഗത്തിൽ ഓടുന്നത് കാണാം. മനുഷ്യരെ കടിക്കുക എന്നൊരു വിനോദം മാത്രമാണ് ഗൂസ് വാത്തയുടെ പെരുമാറ്റത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്ന്. கூஸ் வாத்து பெருசு ஒரு ஜோடி 1300 கொடுத்துட்ருக்குறோம். குஞ்சு ஒரு மாத குஞ்சு ஒரு ஜோடி ஒரு 350 ரூபான்னு கொடுத்துட்ருக்கோம். அப்புறம் ஒவ்வொரு மாதம் ഒരു ജോഡി വലിയ ഗൂസ് വാത്തയ്ക്ക് 1300 രൂപ വരെയാണ് വില. പിന്നെ പൊന്മുട്ടയിടുന്ന താറാവെന്ന് ഇതിനെ വിളിക്കാതിരിക്കുന്നതെങ്ങനെ? വളർത്താൻ ഏറെ എളുപ്പമാണെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പറമ്പിലുള്ള പുല്ല് തിന്നുന്നതിൽ ഗൂസ് വാത്തയ്ക്ക് നല്ല മിടുക്ക്. രോഗങ്ങളും കുറവ്. വർഷത്തിൽ 2 തവണ മുട്ട അടവയ്ക്കാൻ കഴിയും. അഹമ്മദിൻ്റെ ഉമ്മയെ ഫാമിലെ ഒരു ഗൂസ് വാത്തയ്ക്ക് വളരെ ഇഷ്ടമാണ്. കൂട് തുറന്നു വിട്ടാൽ ഉമ്മയ്ക്ക് ചുറ്റും ചുറ്റിത്തിരിയുകയാണ് ഇതിൻ്റെ പണി. എന്നാലാകട്ടെ യാതൊരുവിധ ശല്യവും ഉണ്ടാക്കാറുമില്ല. കാണികൾക്ക് ഏറെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ് ഇതും. മണിവാത്തയുടെ കാര്യവും വ്യത്യസ്തമല്ല. ഫ്ലൈയിങ് ഡക്ക് എന്ന് വിളിക്കുന്ന ഈ താറാവിനം നന്നായി പറക്കാൻ കഴിവുള്ളവയാണ്. പറമ്പിൽ നിന്നും പുല്ല് തിന്നാൻ ശ്രദ്ധ വയ്ക്കുന്ന ഈ ഇനം വെള്ളത്തിൽ നീരാടുന്നതിലും അതീവ കമ്പക്കാരൻ. അഹമ്മദിൻ്റെ തോട്ടത്തിലെ തെങ്ങിൻ തോപ്പിന് നടുവിൽ വാത്തകൾക്ക് മാത്രമായി വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. ഈ കുളിക്കടവ് ഏറെ രസകരമായ അനുഭവം തന്നെ ഞങ്ങൾക്കും പകർന്നു തന്നു. കഴുത്തറ്റം വെള്ളത്തിൽ നീരാടുന്ന കാഴ്ച ആരുടെ കണ്ണിനാണ് കുളിർമ പകരാത്തത്? വെള്ളത്തിൽ വളരുകയാണെങ്കിൽ ഇവയ്ക്ക് ഏറെ അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ലെന്ന് അഹമ്മദ് പറയുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം വൃത്തിയായി സൂക്ഷിക്കുന്ന കാര്യത്തിലും അഹമ്മദിന് നിഷ്കർഷയുണ്ട്. ഫാൻസി കോഴികൾ എന്നും അഹമ്മദിന് ഒരു കൗതുകം തന്നെയാണ്. അത് വിൽപ്പനയുടെ മാധുര്യത്തിനപ്പുറം വീട്ടകത്തിൻ്റെ സൗന്ദര്യം കൂടി വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് ഈ യുവ കർഷകനറിയാം. ആരിലും താൽപ്പര്യമുണർത്തുന്ന പെരുമാറ്റമുള്ള അഹമ്മദ് തൻ്റെ സന്ദർശകർക്ക് സന്തോഷകരമായ കാഴ്ചകൾ ഒരുക്കുന്നതിലും ശ്രദ്ധിക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് ഇവിടത്തെ പക്ഷിക്കുലങ്ങൾ. ലവ് ബേർഡ്സിനെ വളർത്തുന്നതിലും താൽപ്പര്യം കാട്ടുന്ന അഹമ്മദിൻ്റെ ഫാമിൽ 5 ഇനം ഫാൻസി കോഴികളുണ്ട്. ബ്രഹ്മ ഫാൻഡം എന്ന ഇനം ഫാൻസി കോഴിക്ക് കാഴ്ചയ്ക്ക് വളരെ അഴകാണുള്ളത്. വലിപ്പം വയ്ക്കുന്ന കാര്യത്തിലും ഈ ഫാൻസി കോഴി മറ്റുള്ളവയേക്കാൾ മുമ്പിലാണ്. இதுக்கு பேர் சைனா சில்கி. சைனாவிலிருந்து வந்ததுனால இந்த கோழிக்கு சைனா சில்கின்னு பேர். முடியெல்லாம் இந்த மாதிரி பொம்பளை நாய்க்குட்டிக்கு இருக்கிற மாதிரி இந்த மாதிரி பஸ் இருக்கும். இது ഫാൻസി. ചൈനയിൽ നിന്നും വന്നതുകൊണ്ടാവണം ചൈനീസ് സിൽക്കിക്ക് അങ്ങനെയൊരു പേര് വരാൻ കാരണമെന്ന് അഹമ്മദ് പറയുന്നു. മിനുസമുള്ള തൂവലുകളാണ് ഇതിൻ്റെയും പ്രത്യേകത. இந்த கோழிக்கு பேர் இட்டாலி ஃபேண்டம். இது இத்தாலியிலிருந்து வந்ததுனால இந்த கோழி இட்டாலி ஃபேண்டம்னு பேர். തൂവെള്ള നിറമുള്ള ഇറ്റാലിക് ഫാൻഡവും അഹമ്മദിൻ്റെ കോഴി ഫാമിലെ സുന്ദരികളുടെ ഗണത്തിൽപ്പെടുന്നവയാണ്. പൊക്കം കുറവുള്ളതും സുന്ദരമായ വാലുള്ളതുമായ ഇനമാണ് സിൽവർ ലൈൻ. ഈ ഇനത്തിൻ്റെ പിടക്കോഴികളും ഏറെ സൗന്ദര്യബോധമുണർത്തുന്നത് തന്നെ. കൊച്ചിൻ ഫാൻഡമാണ് ഇവിടുത്തെ ഫാൻസി കോഴികളിൽ ശ്രദ്ധേയമായ മറ്റൊന്ന്. വ്യത്യസ്ത നിറങ്ങളുള്ള ഈ കോഴിക്കും കൗതുകമുണർത്തുന്ന രൂപഭാവങ്ങളാണുള്ളത്. ഫാൻസി കോഴികളെ വളർത്തുന്ന കൗതുകത്തിനപ്പുറം സാമ്പത്തിക ലാഭം കരുതി കറിക്കോഴികളെ വളർത്തുന്നതിലും അഹമ്മദ് ശ്രദ്ധ വയ്ക്കുന്നു. 3000-ഓളം കറിക്കോഴികളാണ് ഈ മിടുക്കൻ്റെ ഫാമിലുള്ളത്. കുറഞ്ഞ കാലയളവ് കൊണ്ട് ശ്രദ്ധേയമായ നേട്ടങ്ങൾ അഹമ്മദ് കൈവരിക്കുന്നുവെന്ന് ആരും സമ്മതിക്കാതിരിക്കില്ല. 3000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൂട്ടിലാണ് കറിക്കോഴികളെ വളർത്തുന്നത്. 45 ദിവസം കൊണ്ട് കോഴിക്ക് 2 കിലോയോളം തൂക്കം വരുമെന്ന്
അഹമ്മദ് പറയുമ്പോൾ ഏറെ ലാഭകരമായ ബിസിനസ്സാണ് ഇതെന്നതിൻ്റെ സൂചന കൂടി ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കോഴികളുടെ പരിചരണത്തിൻ്റെ കാര്യം അഹമ്മദിന് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച അറിവില്ലെങ്കിലും അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുവെന്ന കാര്യം അഹമ്മദിനറിയാം. അതുകൊണ്ട് തന്നെ കോഴിക്ക് കുത്തിവയ്പ് എടുക്കുന്നതിനൊന്നും മറ്റാരുടെയും സഹായം തേടാറുമില്ല. 2 മാസം ആവുമ്പോഴുള്ള കുത്തിവയ്പ് ഒഴിവാക്കാനാവുന്നതല്ലെന്ന സത്യം അറിയാവുന്നത് കൊണ്ട് തന്നെ എത്ര വലിയ തിരക്കിനിടയിലും അതിന് സമയം കണ്ടെത്താനും ഈ കർഷകൻ ശ്രദ്ധിക്കുന്നു. കേരളത്തനിമയുള്ള ഫാമാണ് ഹരിതഭാരതം ടീമിന് താത്തൂരിൽ കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ കാരണം അന്വേഷിച്ചു പോയപ്പോൾ ലഭിച്ച ഉത്തരവും കൗതുകമുണർത്തുന്നതായിരുന്നു. അഹമ്മദിൻ്റെ മുത്തച്ഛൻ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ താത്തൂരിലേക്ക് കുടിയേറി വന്നതായിരുന്നുവത്രേ. ഈ കുടിയേറ്റത്തിൻ്റെ വിജയം കേരള തനിമയുടെ വിജയം കൂടിയാണെന്ന് വെളിവാക്കും വണ്ണം തെങ്ങിൻ തോപ്പുകളുടെ ഭംഗി നമ്മെ അതിശയിപ്പിക്കുന്നുമുണ്ട്. മുൻപ് വാഴയും തക്കാളിയുമെല്ലാം യഥേഷ്ടം കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകന് കുറഞ്ഞ മുതൽ മുടക്കിൽ കൃഷി വിജയമാക്കേണ്ടതെങ്ങനെയെന്ന് നല്ല നിശ്ചയം. തെങ്ങിന് വേണ്ടത്ര വളമില്ലാതെ തന്നെ മികച്ച വിളവാണ് അതിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷിവർഗങ്ങളെ മേയാൻ വിടുന്ന തെങ്ങിൻ തോപ്പിൽ അതിൻ്റെ കാഷ്ടം തന്നെ ഏറ്റവും വലിയ വളമായി മാറുകയും ചെയ്യുന്നുണ്ട്. ചണപ്പ് എന്നു പേരായ പുല്ലിനം വളർത്തുന്നത് കൊണ്ട് തെങ്ങുകൾക്ക് നൈട്രജൻ്റെ കുറവും വന്നു ചേരുന്നില്ല. നൈട്രജൻ ഫിക്സേഷന് വലിയ കഴിവുള്ള ചണപ്പ് അഹമ്മദിൻ്റെ തോട്ടത്തിൽ ഉടനീളമുണ്ട്. കാളവണ്ടിയിലാണ് അഹമ്മദിൻ്റെയും കുടുംബത്തിൻ്റെയും സവാരി. കർഷക കുടുംബത്തിന് കാർഷിക വൃത്തിയുടെ മാഹാത്മ്യം വെളിവാക്കാൻ 2 വണ്ടിക്കാളകൾ കൂടി. നാടൻ തനിമയുടെ പ്രൗഢി ഓരോ ചുവടിലും വെളിവാക്കുന്നതാണ് താത്തൂരിലെ ഈ ഫാം എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇത്രയും ചെറുപ്പത്തിൽ ഈ മിടുക്കൻ പ്രതിവർഷം കൊയ്യുന്നത് ലക്ഷങ്ങൾ. കൃഷിയോട് ആഭിമുഖ്യം കാട്ടാത്ത ചെറുപ്പക്കാർക്ക് ഒരു അപവാദം കൂടിയാണ് ഈ യുവ കർഷകൻ. ശരിക്കും ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു മാതൃക തന്നെയാണ് അഹമ്മദ് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. കുടുംബവും ഒന്നിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും സുഖകരമാം വണ്ണം കാര്യങ്ങൾ നടത്തുന്നതിനും അഹമ്മദ് മിടുക്കനെന്നതിന് ഈ കൂട്ടുകുടുംബം തന്നെ സാക്ഷി. ഒരു ഫാം എന്നാൽ ഒരു സാമ്രാജ്യമാണെന്ന ചിന്തയാണ് ഹരിതഭാരതം ടീമിന് ലഭിക്കുന്നത്. അതെ, അഹമ്മദ് അശ്വാഖ് ശരിക്കും വിസ്മയമാകുകയാണ്. വിയർപ്പിൻ്റെ വില കൊണ്ട് കനകം വിളയിച്ച ഈ ഫാമിൽ നിന്നും ഹരിതഭാരതം യാത്രയാവുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഈ മാതൃകകൾ മികച്ചൊരു ഹരിതഭാരതം രൂപപ്പെടുത്തുമെന്ന്.